ഇന്ന് കോടതി വിധിയും കൂടെ വന്ന സാഹചര്യത്തിൽ ആ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് കേരളം വിളിക്കേണ്ടി വരുമോ? എന്താണ് കേസ്? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഒക്കെ അല്ലേ, പുള്ളിനെ എങ്ങനെ അങ്ങ് പറഞ്ഞാ കള്ളൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞങ്ങൾ PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇവിടെ മൂപ്പരും അങ്ങ് അവിടെ വിശ്വഗുരുവാണ്. എന്ത് തൊട്ട് കഴിഞ്ഞാലും PR ആണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ കോൺഗ്രസിന്റെ കനകൂലു എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ ടീമാണ് ഇവിടെ വന്നിട്ട് മൊയ്തീൻ ഖാന്റെ കയ്യിൽ പൈസയും കൊടുത്ത് മൊയ്തീൻ ഖാനെ സ്റ്റേജിൽ കയറ്റിയിട്ട് ആ പൈസ അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് ഒരുമാതിരി ഊള പരിപാടികൾ കാണിക്കും. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി. ഏതായാലും നമ്മുടെ ഹൈക്കോർട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറഞ്ഞു. PR 8ന്റെ പണിയാണ് നമ്മുടെ വിജയേട്ടന് കിട്ടിയത്. ഈ വിജയേട്ടനൊരു പ്രശ്നമുണ്ട്. പുള്ളിയുടെ ആ ഒരു ഇരിപ്പും ഭാവവും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്താണ് ആ ഇരിപ്പൂലെ? നിങ്ങൾ ആർക്കെങ്കിലും വിചാരിക്കും ഇമ്മാതിരി PR പുറത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത്? നമ്മുടെയൊക്കെ സ്വന്തം ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വന്തം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഒരു ഫോൺ നമ്പർ കൊടുത്താൽ എന്താ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഡാറ്റ വേറൊരാൾക്ക് പോയാൽ എന്താ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വിലയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളെപ്പോഴും പറയാം മനുഷ്യനൊന്നും വിലയില്ല. പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വില മതിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, അത് മനുഷ്യൻ്റെ, അതായത് നമ്മുടെ ഡാറ്റ, പേഴ്സണൽ ഡാറ്റയാണ്. ഒരാളുടെ പേഴ്സണൽ ഡാറ്റ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പേഴ്സണൽ ഡാറ്റ വെച്ചിട്ട്. ഓരോ കമ്പനികൾ നിങ്ങൾ ഒരു മോളിലോട്ട് കയറുമ്പോൾ, നിങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് കയറുമ്പോഴൊക്കെ ഇങ്ങനെ നിങ്ങളുടെ പേരും ഇപ്പം കിട്ടും നിങ്ങൾക്കൊരു വലിയ ഗിഫ്റ്റ് എന്നും പറഞ്ഞ് പേരും മറ്റേ നാളും ഒക്കെ കൂടെ എഴുതി വാങ്ങിച്ച് ഫോൺ നമ്പർ വാങ്ങിച്ച് നിങ്ങളൊരു പെട്ടിയിലിട്ട് അങ്ങ് പോകും. നാളെ മുതൽ നിങ്ങളുടെ ഫോണിലൊക്കെ തുരുതുരാ മെസ്സേജുകളും മെയിലുകളും ആയിരിക്കും. അത് പല നമ്പറുകളിൽ നിന്ന് പല മാർക്കറ്റിംഗ് ആയിരിക്കും. ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് അവിടെ വെറുതെ കൊടുത്ത ഒരു ഡാറ്റ, ആ കിട്ടിയ കമ്പനി എത്ര പൈസക്കായിരിക്കും മറ്റ് കമ്പനികൾക്ക് വിറ്റുണ്ടാവുക നിങ്ങൾക്കറിയും. ഗൂഗിൾ ആണെങ്കിലും നിങ്ങൾ ഏത് സെർച്ച് എഞ്ചിൻ ഏതെടുത്ത് കഴിഞ്ഞാലും ഈ കമ്പനികളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനികൾ ഇത്തരം ഡാറ്റകൾ വെച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരെ വെച്ചിട്ടുണ്ടാക്കുന്ന പൈസകളുടെ കണക്ക് കണ്ടാലുണ്ടല്ലോ, നീയൊക്കെ അല്ലെ ഞാനൊക്കെ നമ്മളൊക്കെ ഒരു ജീവിതകാലം അങ്ങ് അണ്ണി പറഞ്ഞ് പണിയെടുത്താൽ കിട്ടാത്തത്ര പൈസക്കാർ നമ്മുടെ ഒരു ഡാറ്റ മറ്റ് കമ്പനികൾക്ക് പൈസ കൊടുത്ത് മറ്റ് കമ്പനികൾ വാങ്ങിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ സ്വന്തം സർക്കാർ നമ്മുടെ പിണറായി വിജയൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇമ്മാതിരി ഒരു PR വർക്കുകൾ ചെയ്യുന്നത്. ഈ ഡാറ്റയുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. KC പറഞ്ഞ കാര്യങ്ങളെ ചുമ്മാ അങ്ങ് ചിരിച്ച് അല്ലെങ്കിൽ സർഗാസം പറഞ്ഞ വീഡിയോ ചെയ്ത് തള്ളിക്കളയാൻ പറ്റിയ കാര്യമല്ല കേട്ടോ. ആ പറഞ്ഞതിൽ എല്ലാം കാര്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അത്ര രൂക്ഷമായിട്ട് പുള്ളി ഈ സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് കോടതി വിധിയും കൂടെ വന്ന സാഹചര്യത്തിൽ ആ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് കേരളം വിളിക്കേണ്ടി വരുമോ? ജീവനക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. ജീവനക്കാരന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സ്പാർക്കിന്റെ കയ്യിൽ കിടക്കുന്ന ഡാറ്റ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയുടെ കയ്യിലെത്തുന്നത്? ജീവനക്കാരന്റെ സ്വകാര്യതയ്ക്കെതിരെയുള്ള ഏറ്റവും നഗ്നമായ കടന്നുകയറ്റമല്ലേ അത്? കേരളം കണ്ട ഏറ്റവും വലിയൊരു ഭീകരമായ അഴിമതിയായിട്ട് ഈ ഡാറ്റ ചോർച്ച മാറുകയാണ്. ഞങ്ങൾ ഗൗരവതരമായി പറയുന്നു. അതാണ് ഇന്ന് കോടതി പറഞ്ഞത്. ഇത് അവസാനിപ്പിക്കണം, ഇത് നിർത്തണം, ഈ പരിപാടി ഇനി നടക്കില്ല എന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത്രയും ഗൗരവമുള്ളതുകൊണ്ടാണ്. സ്വന്തം ജീവനക്കാരന്റെ ഡാറ്റ ചോർത്തി സ്വന്തം PR ഏജൻസി കൊടുത്ത മുഖ്യൻ എന്നുള്ള പേര് കൂടി താങ്കളുടെ കയ്യിലേക്ക് തന്നെ ഇരിക്കും. 65,000 കോടി രൂപയോളം ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ കവർന്നെടുത്തു. അവന്റെ DA ആനുകൂല്യങ്ങളിൽ നിങ്ങൾ കവർന്നെടുത്തു. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് മിസ്റ്റർ പിണറായി വിജയൻ. നിങ്ങൾ കേരളം മാറാൻ കാത്തിരിക്കുകയാണ്. കേരളം മാറിയിരിക്കും. ആ മാറ്റം കേരളത്തിലെ ജീവനക്കാരന്റെ വികാരം അറിയുന്ന മാറ്റമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഏതാണെങ്കിലും ഈ ഒരു പ്രശ്നം, അതായത് ഇന്നിപ്പം നമ്മുടെ ഹൈക്കോടതി രൂക്ഷമായിട്ട് തന്നെയാണ് പിണറായി ഗവൺമെന്റിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ അതിപ്പോൾ സർക്കാർ ഓഫീസിലല്ലേ, സർക്കാർ ജീവനക്കാരായിക്കോട്ടെ അതല്ലാത്തവരായിക്കോട്ടെ, ഇനി DAയും DR കിട്ടിയവരോ കിട്ടിയാത്തവരോ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ അങ്ങനെ വരിക മെസ്സേജ് എന്താണ്? കൂടെ ഉണ്ടാവും, ഞങ്ങളുണ്ട്, ഞങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നു LDF എല്ലാം ശരിയാവും, LDF വന്ന് എല്ലാം തൂത്തുവാരി എന്ന് പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് ഈ പുതിയ ആ ഒരു ഡാറ്റയിൽ വന്നിട്ടുള്ള ഇത് നോക്കണം. നമ്മൾ രണ്ടുപേരെയാണ് ഇമ്മാതിരി പരിപാടികൾ അഴിച്ചു വിടുമ്പോൾ കുറ്റം പറയാറ്. കുറ്റം പറയാറതല്ല, നമ്മൾ കളിയാക്കാറ്. ഒന്ന് നമ്മുടെ G എവിടെ പോയാലും Gയുടെ ഫോട്ടോ മാത്രമേ കാണുകയുള്ളൂ. അതിപ്പോൾ G20 ഉച്ചകോടി ആണെങ്കിലും വേണ്ടില്ല, അപ്പുറത്തെ പരിപാടി ആണെങ്കിലും വേണ്ട, ബാക്കിയുള്ളവരൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ നമ്മൾ കുത്തുംകാലം കൊടുത്തോയിരിക്കും. Gന്റെ ഫോട്ടോ ഫുൾ സൈസ് ഫുൾ ഫിഗർ, എൻ്റെ സൈസ്, എൻ്റെ തല, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ വാലി, ഇത് മാത്രമേ വെക്കാറ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ G ആണ് നമ്മുടെ പിണറായി ജി. ഈ പിണറായി ജിയുടെ തലയും വാലും തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുക. അത് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DAയും DRും കൂട്ടിയ കണക്കും വെച്ചിട്ട് സർക്കാരിന്റെ തന്നെ നമ്മുടെ ശമ്പള ആപ്ലിക്കേഷനിൽ നിന്ന് ആ നമ്പർ എടുത്തിട്ട് ഇമ്മാതിരി ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ മുമ്പ് കാണിക്കുന്ന ഈ ഊളത്തരത്തിൽ എന്തതിനൊക്കെ പറയേണ്ടത്? ആ വന്ന മെസ്സേജുകൾ നിങ്ങൾ കാണും. അവകാശങ്ങൾ സംരക്ഷിക്കും, ഉറപ്പാണ് വാക്ക്.
ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കൊടുക്കേണ്ട DAയും DR ആണെങ്കിൽ ഒരുപാട് നമ്മൾ 10-65 എന്താ പറയുക കോടി രൂപ ഈ പാവപ്പെട്ട ഈ സർക്കാർ ജീവനക്കാരുടെ പൈസ തന്നെ നമ്മൾ മുക്കിക്കളഞ്ഞത്. അതിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട അവകാശപ്പെട്ടതാണ്. അത് അവകാശങ്ങൾ കൊടുക്കണം. അത് അല്ലെങ്കിൽ പ്രതിപക്ഷം പിടിച്ചു വെച്ചൊരു സാധനം ഭരണപക്ഷം വന്ന് എടുത്തെടുത്ത് കൊടുത്തോന്നില്ല. നിങ്ങൾ എന്നോ കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കേണ്ട കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഉളത്തല്ലും. അതായത് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും, ഉറപ്പാണ് വാക്ക്. വരും നാളുകളിലും ഈ കരുതൽ തുടരും. ഇത് കരുതലല്ല, ഇത് കൊടുക്കേണ്ട ഒരു സാധനമാണ്. അത് നിങ്ങളോ അല്ലെങ്കിൽ പിണറായിന്റെ ഫോട്ടോ വെച്ചിട്ട് കൊടുക്കേണ്ട പിണറായിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ റിയാസിന്റെ തറവാട്ട് സ്വത്തുനിന്നോ ഒന്നുമല്ല നിങ്ങളിത് എടുത്തു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഒക്കെ പൈസയാണ്. ഈ വീഡിയോ കാണുന്നവർ എന്റെയും നിങ്ങളുടെയും ഈ പറഞ്ഞ ആളുകളൊക്കെ കൊടുത്ത നികുതി പൈസയാണ് കിട്ടുന്നത്. അതല്ലാണ്ട് ഇവരാരും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. അതിൽ അട്ടിപ്പേരവകാശം ഇവർക്ക് ആർക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുക. പിന്നെ വേറെ ഒന്നൊന്നുമല്ല, 2-3 പോസ്റ്റുകൾ മാറി പോസ്റ്റുകൾ വന്നുകൊണ്ട് അടുത്ത പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു: നിങ്ങളുടെ സംരംഭം നാടിന്റെ അഭിമാനമാണ്, സംരംഭകർക്കൊപ്പം സർക്കാരുമുണ്ട്, ചരിത്രത്തിൽ ആദ്യമായി കേരളം വ്യവസായ സൗഹൃദ റാങ്കിൽ 1ാമത്. എന്റെ ആ റാങ്ക് ആരട്ടതെന്നും കൂടെ ഒന്ന് പറഞ്ഞത് നല്ലതായിരിക്കും. അതെ, അങ്ങനെ സംരംഭകരുടെ നമ്പറും അതിന്റെ ഇടയിൽ കൂടെ ഊറ്റിയിട്ടുണ്ട്. ഞാനത് പറയാൻ വിട്ടുവരാ. സർക്കാർ ജോലിക്കാരത് മാത്രമല്ല, സർക്കാർ ജീവനക്കാർ മാത്രമല്ല, സംരംഭകനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ പേരും വിലാസവും എല്ലാം അവിടെ കൊടുക്കൂലേ. അപ്പം അവരുടെ നമ്പറും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇസ്കിയിട്ട് അങ്ങ് തുരുതുര മെസ്സേജുകളും മെയിലുകളും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പരിപാടികളാണ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെയാണോ KC നമ്മുടെ പിണറായി വിജയനെ, അതായത് CM, അതായത് ചീഫ് മിനിസ്റ്റർ എന്ന് മാറ്റി തീഫ് മിനിസ്റ്റർ എന്ന് KC വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു സത്യമുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ ഓരോരുത്തരെയും പറ്റിച്ചുകൊണ്ടാണോ, നമ്മളെല്ലാവരുടെയും പൈസ വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരെയും പറ്റി നമ്മുടെ ഡാറ്റ തന്നെ വിറ്റ് ഈ സർക്കാർ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് മനസ്സിലാക്കാൻ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അറ്റ്ലീസ്റ്റ് വോട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് സമയത്തോടു കൂടി തീർക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞും കണ്ടുമൊക്കെ വോട്ട് കൊടുക്കുക.